കെമിസ്ട്രി ചാപ്റ്റർ 1ന്റെ എക്സർസൈസിൽ 1.1 ആണ് ആദ്യത്തേത്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ ഫോളോയിങ്. ഒന്നാമത്തത് H2O, രണ്ടാമത്തത് CO2, മൂന്നാമത്തത് CH4. വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ. ഇതിന്റെയൊക്കെ മോളാർ മാസ് കാണണം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോ വാട്ടറിന്റെ ഹൈഡ്രജൻ എത്ര ആറ്റങ്ങളുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ. ഓക്സിജൻ 1. ഇനി ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ഓക്സിജന്റെ 16 ആണ്. ഓക്കെ, 2 × 1 2 പ്ലസ് 16. അപ്പോ 18 യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ ജലത്തിന്റെ മോളാർ മാസ് 18 U ആണ്. ഇനി അല്ലെങ്കിൽ എങ്ങനെ പറയാം? മോളിക്യുലാർ മാസ് 18 U എന്ന് പറയാം. അല്ലെങ്കിൽ മോളാർ മാസ് 18 ഗ്രാം ഓർ 18 ഗ്രാം പെർ മോൾ. ഇതൊക്കെ വാട്ടറിന്റെ മോളാർ മാസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തത് കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡില് ഒരു കാർബൺ ആറ്റം, ഓക്സിജൻ 2 ആറ്റങ്ങൾ. കാർബണിന്റെ ആറ്റോമിക് മാസ് 12, ഓക്സിജന്റെ ആറ്റോമിക മാസ് 12. അങ്ങനെയുള്ള 2 ആറ്റങ്ങളുണ്ട്. അപ്പോ 12 പ്ലസ് 32 44 U അല്ലെങ്കിൽ 44 യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് പറയുമ്പോൾ അങ്ങനെ. ഇനി മോളാർ മാസ് ആണെങ്കിലോ 44 ഗ്രാം പെർ മോൾ. ഇനി മീഥെയിൻ. കാർബൺ ഒരു കാർബൺ, ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ പ്ലസ് കാർബണിന്റെ ആറ്റോമിക മാസ് 12, ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് 1. അങ്ങനെയുള്ള 4 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ 16 ഗ്രാം പെർ മോൾ ആയിരിക്കും മീഥെയിനിന്റെ മോളാർ മാസ്. രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റ് ഓഫ് ഡിഫറന്റ് എലമെന്റ് പ്രസന്റ് ഇൻ സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റിലുള്ള വ്യത്യസ്ത എലമെന്റ്സ് ആണ് സോഡിയം, സൾഫർ, ഓക്സിജൻ. അപ്പൊ ഇതെല്ലാം എത്ര പെർസെന്റേജ് സോഡിയം സൾഫേറ്റിൽ ഉണ്ട് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് മോളിക്കുലാർ മാസ് ഓഫ് Na2SO4. Na2SO4ന്റെ മോളിക്കുലാർ മാസ് നമുക്ക് നോക്കാം. Na2SO4ൽ സോഡിയം 2 സോഡിയം മാറ്റങ്ങളുണ്ട് അല്ലെ? Na2SO4ൽ 2 സോഡിയം മാറ്റങ്ങളുണ്ട്. സൾഫറോ 1 സൾഫർ ആറ്റുണ്ട്. ഓക്സിജൻ 4 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഇനി സോഡിയത്തിന്റെ ആറ്റോമിക മാസ് 23 ആണ്. അങ്ങനെയുള്ള 2 സോഡിയം ആറ്റങ്ങളുണ്ട്. അപ്പൊ ഇവയെ പരസ്പരം ഗുണിച്ചു. പ്ലസ് സൾഫറിന്റെ ആറ്റോമിക മാസ് 32. അങ്ങനെയുള്ള 1 സൾഫർ ആറ്റുണ്ട്. ഓക്സിജന്റെ ആറ്റോമിക മാസ് 16. അങ്ങനെയുള്ള 4 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. ഇനി 2 × 23 ചെയ്താൽ 46. സൾഫറിന്റെ 32, ഓക്സിജൻ 4 × 16 64. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 142 ഗ്രാം പെർ മോളാണ് ഈ സൊല്യൂഷനിന്റെ മാസ് പെർസെന്റ്. ആദ്യത്തെ എന്താണ്? ഫൈൻഡ് ഔട്ട് മോളിക്കുലാർ മാസ്. 46 പ്ലസ് 32 പ്ലസ് 64 142 ഗ്രാം പെർ മോളാണ് സോഡിയം സൾഫേറ്റിന്റെ മോളിക്കുലാർ മാസ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫൈൻഡ് ഔട്ട് ദ പെർസെന്റ് ഓഫ് ഈച്ച് എലമെന്റ്. ഈ എല്ലാ എലമെന്റിന്റെയും പെർസെന്റ് കാണലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം പെർസെന്റേജ് ഓഫ് സോഡിയം. അത് കാണാനുള്ള ഇക്വേഷൻ എഴുതി വെക്കുക. മാസ് ഓഫ് സോഡിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. സ്റ്റെപ്പ് 2, ഫൈൻഡ് ഔട്ട് ദ പെർസെന്റേജ് ഓഫ് ഈച്ച് എലമെന്റ്. പെർസെന്റേജ് ഓഫ് സോഡിയം കാണാൻ എന്ത് ചെയ്യുക? മോളിക്കുലാർ മാസ് ഓഫ് സോഡിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. അപ്പൊ സോഡിയത്തിന്റെ മോളിക്കുലാർ മാസ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? 23 ആറ്റോമിക മാസ്. അങ്ങനെയുള്ള 2 ആറ്റങ്ങൾ ചേർന്ന മോളിക്യൂളാണ്. അപ്പൊ അവിടെ മോളിക്കുലാർ മാസ് 46 ഡിവൈഡഡ് ബൈ ടോട്ടൽ മോളിക്കുലാർ മാസ് നമ്മളിവിടെ കണ്ടു 142 ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 32.39% ആണ് സോഡിയത്തിന്റെ മാസ് പെർസെന്റേജ്.
അടുത്തത് പെർസെന്റേജ് ഓഫ് സൾഫർ നോക്കാൻ എന്ത് ചെയ്യണം? മാസ് ഓഫ് സൾഫർ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. അപ്പൊ സൾഫർ എന്താണ്? ഒരൊറ്റ ആറ്റേ ഉള്ളൂ അല്ലെ? അതിന്റെ അറ്റോമിക മാസ് 32, ടോട്ടൽ മാസ് 142. ഇതിൽ എല്ലാത്തിന്റെയും കൂടി മോളിക്കുലാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇൻറ്റു 100. അത് ചെയ്താൽ 22.53% ആണ് സൾഫറിന്റെ മാസ് പെർസെന്റേജ്. ഇനി ഓക്സിജന്റെ പെർസെന്റേജ് കാണാൻ മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ എത്ര ഉണ്ട്? 16 ആറ്റോമിക മാസ്. അങ്ങനെയുള്ള 4 ഓക്സിജൻ ചേർന്നിട്ടുള്ളതാണ് അല്ലെ? അപ്പോ 64 ഡിവൈഡഡ് ബൈ 142 ഇൻറ്റു 100. അപ്പൊ അത് ചെയ്താൽ നമുക്ക് ഓക്സിജന്റെ മാസ് പെർസെന്റേജ് കിട്ടും. ഇനി എക്സർസൈസ് 1.3 നോക്കാം. എന്താണത്? ഡിറ്റർമിൻ the empirical formula of an oxide of iron which has 69% iron and 30% oxygen, 30.1 dioxygen by mass. ഇവിടെ നമുക്ക് എംപിരിക്കൽ ഫോർമുല തന്ന് ഇതിൽ നിന്ന് നമ്മൾ മാസ് പെർസെന്റേജ് കണ്ടെത്തി. ഇവിടെ നമുക്ക് മാസ് പെർസെന്റേജ് തന്നു. ഇനി എന്റെ എംപിരിക്കൽ ഫോർമുല കാണണം. അതെങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ആദ്യം തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കോളങ്ങൾ വരയ്ക്കുക. 1, 2, 3, 4, 5, 6 കോളം വരയ്ക്കുക. ആദ്യത്തേതിൽ എലമെന്റ് എഴുതുക. എലമെന്റ്സ് നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്ന് അയൺ ആണ്, ഒന്ന് ഓക്സിജൻ ആണ്. ഡിറ്റർമിൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് അയൺ വിച്ച് ഹാസ് 69.9% അയൺ ആൻഡ് 30.1% ഡയോക്സിജൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അയൺ ആണ് ഒരു എലമെന്റ്, ഓക്സിജൻ അടുത്ത എലമെന്റ്. പെർസെന്റേജ് തന്നിട്ടുണ്ട്, ചോദ്യത്തിലുള്ളതാണ് 69. അപ്പൊ എലമെന്റ് അയൺ, ഓക്സിജൻ. അയണിന്റെ പെർസെന്റേജ് 69.9, ഓക്സിജന്റെ പെർസെന്റ് 30.1. ഇനി ആറ്റോമിക് മാസ്, അയണിന്റെ ആറ്റോമിക മാസ് 56 ആണ്, ഓക്സിജന്റെ ആറ്റോമിക മാസ് 16 ആണ്. ഇനി ഈ പെർസെന്റേജിനെ ആറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? പെർസെന്റേജ് 69.9 ഡിവൈഡഡ് ബൈ 56. അത് രണ്ടും ചെയ്താൽ നമുക്ക് ഉത്തരം 1.24 കിട്ടും. ഓക്സിജന്റെ ആറ്റോമിക മാസ് 16, ഓക്സിജന്റെ പെർസെന്റേജ് 30.1. ഇനി ഈ ഓക്സിജന്റെ പെർസെന്റേജ് 30.1 ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ് ചെയ്താൽ നമുക്ക് 1.88 എന്ന ഉത്തരം കിട്ടും. അടുത്തത് ഇതിനെ ഇപ്പൊ സിമ്പിൾ റേഷ്യോയിലാക്കി മാറ്റണം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവുള്ളത് ഏതാണ്? 1.24 ആണോ 1.88 ആണോ? 1.24. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 1.24 കൊണ്ട് ഇതിനെയും ഗുണിക്കുക, ഡിവൈഡ് ചെയ്യുക, ഇതിനെയും ഡിവൈഡ് ചെയ്യുക. അതാണ്. എന്നാൽ നമുക്ക് സിമ്പിൾ റേഷ്യോ കിട്ടും. 1.24 ഡിവൈഡഡ് ബൈ 1.24 എത്രയായി? 1 എന്നുള്ള റേഷ്യോ കിട്ടി. ഇവിടെ 1.88നെ 1.24 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1.5 ആണ്. ഇനി നമുക്ക് ഇതിനെ സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഈ 1.5 റൗണ്ട് ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവനെ എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 2 2 കിട്ടി. ഇതിനെ 1 കൊണ്ടല്ല, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 2 2. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1.5 × 2 3 കിട്ടും. അപ്പൊ ഇനി എന്ത് ചെയ്യാ? എംപിരിക്കൽ ഫോർമുല എഴുതാം. Fe അയണിന്റെ 2, ഓക്സിജന്റെ 3. അപ്പൊ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ത് കിട്ടി? Fe2O3. ഇങ്ങനെ എംപിരിക്കൽ ഫോർമുല തന്നാൽ നമുക്ക് മാസ് പെർസെന്റേജ് കാണാനും പറ്റും. മാസ് പെർസെന്റേജ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എംപിരിക്കൽ ഫോർമുല ഉണ്ടാക്കാനും പറ്റും. ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. 4ാമത്തെ ചോദ്യം അല്പം കൂടി ശ്രദ്ധ കൊടുത്തിട്ട് കേൾക്കേണ്ടതാണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് that could be produced when 1 mole of carbon is burned in air. അടുത്തത് 1 mole of carbon is burned in 16 gram of dioxygen. അടുത്തത് 2 moles of carbon are burned in 16 gram of dioxygen. അപ്പൊ ഇത് ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. നമുക്ക് എന്താ വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട് കാണണം. 1 മോൾ കാർബൺ എയറിൽ കത്തിയാൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കാണണം. അത് 1 മോൾ കാർബൺ 16 ഗ്രാം ഓക്സിജനിൽ കത്തിയാൽ, ഡയോക്സിജനിൽ കത്തിയാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാണണം. 2 മോൾ കാർബൺ 16 ഗ്രാം ഡയോക്സിജനിൽ കത്തിയാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും കണ്ടെത്തണം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. കാർബണും ഓക്സിജനും തമ്മിൽ കത്തി, കാർബൺ അന്തരീക്ഷത്തിൽ കത്തി കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു, ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവിടെ 1 മോൾ കാർബൺ ആണ്, അത് ഓക്സിജൻ എത്രയാണ്? 16 ഗ്രാം ആണ് ആറ്റോമിക് മാസ്. അത് ഡൈ ഓക്സിജൻ ആയതുകൊണ്ട് 2 × 16 ഗ്രാം ഓക്സിജനുമായിട്ട് കത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഇത് എത്ര മോളാണ് നോക്കണം. ആസ് പെർ ദ ബാലൻസ്ഡ് ഇക്വേഷൻ, ഈ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ കാർബൺ റിയാക്ട്സ് വിത്ത് 1 മോൾ ഡൈ ഓക്സിജൻ. ഇതൊരു മോൾ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജന്റെ മോളിക്കുലാർ മാസ് ആണ് ഇവിടെ നോക്കുന്നത്. 32 ഗ്രാം അല്ലേ? അപ്പോ 1 മോൾ കാർബൺ 1 മോൾ ഡയോക്സിനുമായിട്ട് റിയാക്ട് ചെയ്താല് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇവിടെ മോളിക്കുലർ നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്താ ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഗിവൺ മാസ്, ഇവിടെ ഓക്സിജന്റെ ഗിവൺ മാസ് എത്ര? 32 ഗ്രാം. മോളിക്കുലാർ മാസ് എത്ര? 32 ഗ്രാം. രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത ഉത്തരം 1 ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര? 1 മോള്. അപ്പൊ 1 മോൾ കാർബൺ 1 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആസ് പെർ ദ ബാലൻസ്ഡ് ഇക്വേഷൻ 1 മോൾ കാർബൺ റിയാക്ട് വിത്ത് 1 മോൾ ഡയോക്സിജൻ ടു പ്രൊഡ്യൂസ് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ്, നമ്മളോട് ചോദ്യം അതല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കാണാൻ എന്താ ചെയ്യാ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കൂ. 1 കാർബണും 2 ഓക്സിജനും അല്ലേ? അപ്പോ എത്ര ഉണ്ടാവുക? കാർബണിന്റെ ആറ്റോമിക മാസുമായി ഓക്സിജന്റെ ആറ്റോമിക മാസ് കൂട്ടുക. 2 ഓക്സിജൻ ഉണ്ട്. അപ്പോ എത്ര കിട്ടും? 32 + 12 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 മോൾ ഓഫ് കാർബൺ ഈസ് ബേൺ ഇൻ 16 ഗ്രാം ഓഫ് ഡൈ ഓക്സിജൻ. രണ്ടാമത്തെ ചോദ്യത്തില് എന്ത് തന്നിട്ടുണ്ട്? 2 റിയാക്ടൻസിന്റെയും ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. കാർബൺ 1 മോളാണ് തന്നിട്ടുണ്ട്, ഓക്സിജൻ 16 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ when the quantities of 2 reactants are given, we have to check if they are exact quantities. കൃത്യമായ അളവിൽ തന്നെയാണോ ഈ തന്ന ക്വാണ്ടിറ്റീസ് ഉള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഈസ് ലിമിറ്റിംഗ്, ഇതിൽ ഏതെങ്കിലും റിയാക്ടന്റ് ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ഹാവ് ടു കൺവേർട്ട് ദ ഗിവൺ ക്വാണ്ടിറ്റീസ് ഇൻ ടു മോൾസ്. തന്ന ക്വാണ്ടിറ്റീസിനെ മോൾസിലേക്ക് മാറ്റണം. എന്തിനാണെന്നറിയോ? ദ റേഷ്യോ ഓഫ് ബാലൻസ്ഡ് ഇക്വേഷൻ ആർ പ്രൊവൈഡഡ് ഇൻ മോൾസ്. നമ്മൾ ചെയ്യുന്ന ബാലൻസ്ഡ് ഇക്വേഷൻസിന്റെ റേഷ്യോ നമുക്ക് കിട്ടുന്നത് മോൾസിലാണ്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് തരും. കാർബൺ 1 മോളാണ്, ഓക്സിജൻ 16 ഗ്രാം ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഈ 16 ഗ്രാം ഓക്സിജനെ മോളിലേക്ക് മാറ്റണം. മോളിലേക്ക് മാറ്റാൻ എന്താ ചെയ്യാ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. തന്ന മാസ് 16 ആണ്, ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. അത് ചെയ്ത 0.5 മോൾ ആണ് ഓക്സിജന്റെ എമൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഹാവ് ടു ഫിക്സ് ദ ക്വാണ്ടിറ്റി ഓഫ് 1 റിയാക്ടന്റ് ആൻഡ് ചെക്ക് ദ ക്വാണ്ടിറ്റി ഓഫ് ദ അതർ റിയാക്ടന്റ്. ഇവിടെ കാർബണിന്റെ ക്വാണ്ടിറ്റി 1 മോൾ, അത് ഫിക്സ്ഡ് ആണ്. ഓക്സിജന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഹിയർ ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഈസ് ഫിക്സ്ഡ്. അങ്ങനെ ആസ് പെർ ദ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച്
1 mole of carbon needs 1 mole oxygen to complete the reaction. അല്ലേ, നമ്മൾ ആയത് കണ്ടില്ലേ, 1 മോൾ കാർബണ് 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താലാണ് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുക. ബട്ട് ദ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഈസ് 0.5 ml. അല്ലേ, ഈ റിയാക്ഷനിൽ നമുക്ക് ആകെ തന്നത് 1/2 മോൾ ഓക്സിജൻ ആണ്. ദാറ്റ് മീൻസ് the given quantity of oxygen is lesser than the required quantity. തന്നത് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയേക്കാളും കുറവാണ്. അതിനാൽ ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ് ഹിയർ. അങ്ങനെ the product formed will be depends upon the quantity of oxygen. ഓക്സിജൻ കൂട്ടിക്കൊടുത്താൽ മാത്രമേ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുള്ളൂ. ഇനി ആ ഇക്വേഷൻ നമുക്ക് എഴുതാം. കാർബൺ ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. 1 മോൾ കാർബൺ 0.5 മോൾ ഓക്സിജൻ ഗിവ്സ് 0.5 കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനെ നമുക്ക് മോൾസിനെ നമുക്ക് ഇനി ഗ്രാമിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 0.5 മോൾ ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യുലാർ മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 22 gram of carbon dioxide. The 44 into 0.5 എത്ര കിട്ടുക? 5 4s are 20, remainder 2, 5 4s are 20 plus 22. ഇവിടെ 0.5 ഒരു പോയിന്റ് ഇല്ലേ, അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരക്കാണ്, അപ്പൊ നമ്മളിവിടെ ഡെസിമൽ ഇട്ടു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 22 gram കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 1 by multiplying the number of moles with molar mass we can convert the moles into grams. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് ആണ് 44. അതുമായിട്ട് നമുക്ക് ഈ കിട്ടിയ മോളിനെ മോൾസിനെ നമ്പർ ഓഫ് മോൾസിനെ മൾട്ടിപ്ലൈ ചെയ്ത 22 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യം 2 moles of carbon are burned in 16 gram of ഡൈഓക്സിജൻ. അപ്പൊ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കാണണം. ഇവിടെ 2 മോൾസ് കാർബണിന്റെ അളവ് എത്ര? 2 മോളാണ്. 16 gram ഓക്സിജനുമാണ്. അപ്പൊ നമ്മൾ ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. കാർബണ് ഓക്സിജന് ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. തന്ന അളവുകൾ ഏതൊക്കെ? കാർബൺ 2 മോളാണ്, ഓക്സിജൻ 16 gram ആണ്. ഇനി ആദ്യം ഗ്രാമിനെ നമ്മൾ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 മോൾ ആയിരിക്കും. എങ്ങനെയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. 16 ഡിവൈഡഡ് ബൈ 32 ചെയ്താൽ 0.5 കിട്ടും. ഫോർ ദ കംപ്ലീഷൻ ഓഫ് റിയാക്ഷൻ, ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ 2 മോൾ കാർബൺ റിക്വയേഴ്സ് 2 മോൾ ഓക്സിജൻ ആണല്ലോ. 1 മോൾ കാർബണ് 1 മോൾ ഓക്സിജൻ വേണമെങ്കിൽ 2 മോൾ കാർബണ് 2 മോൾ ഓക്സിജൻ വേണം. പക്ഷെ ഇവിടെ ആകെ 16 gram അല്ലെങ്കിൽ 1/2 മോളേ ഓക്സിജൻ ഉള്ളൂ. അപ്പൊ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ ആണ്. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ഓക്സിജൻ ആണ്. ഹിയർ ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഈസ് 0.5 മോൾ. സോ ഓക്സിജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കാണാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പൊ 2 മോൾ കാർബൺ പ്ലസ് 0.5 മോൾ ഓക്സിജൻ ഗിവ്സ് 0.5 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനെ നമുക്ക് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ മോൾസിനെ ഇതിന്റെ മോളാർ മാസ് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 0.5 into 44 ചെയ്താൽ 22 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് ഉത്തരം കിട്ടും.